പുതിയ കാലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് വിവാഹ ജീവിതത്തോടൊരു വിരക്തി ഉണ്ടാകുന്നുണ്ട്. ആ വിരക്തിക്ക് അടിസ്ഥാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭയമാണ്. പ്രണയത്തിൽ ഏർപ്പെടുന്ന ആദ്യ ഘട്ടത്തിലാണ് ഈ ഇണയെ എൻ്റെ കൂടെ നിർത്തേണ്ടത്. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ആ ആൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റീസ് എല്ലാം ഞാൻ പുറത്തെടുക്കണം. സൊസൈറ്റൽ തിങ്സ് അവിടെ വരുന്നുണ്ടല്ലേ, ഒരു കൂട്ടം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പം പല ആളുകളെ ഇവർക്ക് കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലിവിങ് ടുഗദർ അല്ലേ ബെസ്റ്റ്? പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവ തലം എന്ന നിലയിൽ വിവാഹത്തെ അവർക്ക് കാണേണ്ടി വരുന്നതും ഇടപഴകേണ്ടി വരുന്നതും കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടുന്നതും അവിടെയാണ്. ഒരു നിലയിലും ഒരു പെൺകുട്ടി അവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ലിവിങ് ടുഗദർ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിട്ട് പരിഗണന എന്ന് പറയുന്നതിനോളം പ്രാധാന്യം ജീവിതത്തിൽ വേറെ ഒന്നിനുമില്ല. പെണ്ണ് ജനിതകപരമായിട്ട് തന്നെ റൊമാൻറ്റിക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫിക്ഷൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് സ്ത്രീകൾ. പുരുഷനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്. പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു ശേഷിയാണ് നമ്മളിൽ നിന്ന് കൂടുതൽ അപകടകരമായി സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയിക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, പ്രണയിക്കാൻ അവർ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. വെൽക്കം ടു ജെയിൻസ് പോഡ്കാസ്റ്റ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിജോ ഗോപി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഞാനൊന്ന് പറയാം. അദ്ദേഹം റിലേഷൻഷിപ്പ് മെൻറ്റർ എന്ന നിലയിൽ 9 വർഷത്തിലധികമായി അനുഭവസമ്പത്തുള്ള വ്യക്തിയാണ്. മനുഷ്യ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് 20 വർഷത്തിലേറെ കാലത്തെ പഠനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പരസ്പരം ഒരുമിച്ച് പോകാൻ കഴിയാത്തവരും ബ്രേക്കപ്പിലേക്ക് എത്തിയവരുമായ ധാരാളം കപ്പിൾസിനെ വീണ്ടും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 20 വർഷത്തിലേറെ അദ്ദേഹം ചെലവഴിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൻ്റെ പേര് ക്വാണ്ടം ലവ് ഹീലിംഗ് എന്നാണ്. അതിലൂടെയാണ് അദ്ദേഹം മാസീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഏരിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് എൻജോയ് ദി പോഡ്കാസ്റ്റ്. ഒരുപാട് വർഷങ്ങൾ പ്രണയിച്ച് നടന്നിട്ട്, അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം പ്രണയാർദ്ദമായിട്ട് നടന്നിട്ട് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് വിവാഹമോചനത്തിലേക്കും വലിയൊരു സെപ്പറേഷനിലേക്കും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇതെന്തുകൊണ്ടാണ് ശരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഇത്രയും വൈരുദ്ധ്യമായിട്ടുള്ള ആളുകളെ ദൈവം എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് വീണ്ടും സെപ്പറേറ്റ് ആവുന്നു? ശരിക്കും എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ശരിക്കും പ്രണയത്തിലേർപ്പെടുന്ന സമയത്ത് രണ്ടുപേരും അവരവരുടെ ഏറ്റവും നല്ല സ്വഭാവങ്ങളെയായിരിക്കും പുറത്തെടുക്കുന്നത്. ഒരു പക്ഷേ മറ്റേ ആൾക്ക് ഫേവർ അല്ലാത്തതായ എല്ലാം ഒളിപ്പിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ആ ആൾക്ക് ഇഷ്ടപ്പെടാത്തതായ എല്ലാം മാറ്റി വയ്ക്കും. എന്നിട്ട് ഏറ്റവും നല്ല സ്വഭാവത്തെ പുറത്തെടുത്ത് ആ ആൾക്ക് അട്രാക്റ്റീവായി മാറും. അങ്ങനെയാണ് പ്രണയം സംഭവിക്കുന്നത്. പ്രണയത്തിൽ ആഴത്തിൽ പോയി കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതോടുകൂടി ഇത് തിരിച്ചറിയാൻ തുടങ്ങും. യഥാർത്ഥ സ്വഭാവം പതിയെ 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 പുറത്തു വരാൻ തുടങ്ങും. അതെ, കാരണം പ്രണയത്തിൽ ഏർപ്പെടുന്ന ആദ്യ ഘട്ടത്തിലാണ് ഈ ഇണയെ എൻ്റെ കൂടെ നിർത്തേണ്ടത്. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ആ ആൾ എന്നെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റീസ് എല്ലാം ഞാൻ പുറത്തെടുക്കണം. അതൊരു തന്ത്രമാണ്. അത് ആണും പെണ്ണും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതിനുശേഷം എൻ്റേതായി, ഇയാൾ എൻ്റെ ആയി എന്ന് തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. അപ്പോഴേക്കും ഇവരുടെ എല്ലാ നെഗറ്റീവ്സും, ഇവരുടെ എല്ലാ പിടിവാശികളും ശാഠ്യങ്ങളെല്ലാം പുറത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെ മുന്നോട്ട് പോകും. ഒടുവിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തി എന്ന് കരുതുക. കുറച്ചൊക്കെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം കുറേ കാലം ദീർഘമായ പ്രണയത്തിൽ ഏർപ്പെടുന്നതോടെ കുറച്ച് പുതുമ നഷ്ടപ്പെടും. വീണ്ടും വിവാഹത്തിലേക്ക് കടക്കുന്നു. ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രണയം മാറി വിവാഹം എന്ന് പറയുന്ന കടുത്ത യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവിടെ എന്താ അവർക്ക് നേരിടാനുള്ളത്? അവരുടെ ജീവിതത്തിൽ ദൈനംദിനമായി നേരിടേണ്ടുന്ന ഒരുപാട് സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബപരമോ അല്ലെങ്കിൽ ഭാവിയിൽ ഊന്നിയിട്ടുള്ളതായിട്ടുള്ള ലക്ഷ്യങ്ങളോ ഒക്കെ അവരുടെ മുന്നിൽ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ആയിട്ട് രൂപപ്പെട്ടു വരും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രണയം മാറി അവർക്കിടയിലുള്ള സ്നേഹത്തിന് പകരം ഇത് സ്ഥാനം പിടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അവരതിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരും. അങ്ങനെ വരുമ്പോൾ പരസ്പരം സംസാരിക്കാനും തുറന്ന് ഇടപഴകാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള എല്ലാ സാധ്യതകളും സ്വാഭാവികമായിട്ടും അടഞ്ഞു പോകും. ഈ സാധ്യതയിൽ നിന്നാണ് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടാൻ തുടങ്ങുന്നത്. അതോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തി സ്വയം അവനവനിലേക്ക് അങ്ങ് ചുരുങ്ങും. എന്നിട്ട് മറ്റേയാളെ കേൾക്കാതെ, മറ്റേയാളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകും.
ഇത് പ്രധാനമായിട്ടൊരു ആണിൻ്റെ ഭാഗത്തു നിന്നാണ് സംഭവിക്കാറുള്ളത്. ഓ ശരി ശരി. ആഹാ. പെണ്ണിനെ സംബന്ധിച്ചിട്ട് പരിഗണന എന്ന് പറയുന്നതിനോളം പ്രാധാന്യം ജീവിതത്തിൽ വേറെ ഒന്നിനുമില്ല. ഓ ശരി. ആണിനും അങ്ങനെ തന്നെയാണ്. ആ. പക്ഷെ പെണ്ണ് പരിഗണനയ്ക്ക് നൽകുന്ന ആഴവും അർത്ഥവും ആണിനെ പോലെയല്ല. അവൾക്ക് അത് കൂടിയേ പറ്റൂ, അല്ലെങ്കിൽ അവൾക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് അത് മാത്രമാണ്. പലപ്പോഴും ആണിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതോടുകൂടി ഈ പരിഗണിക്കുക, കേൾക്കുക എന്ന് പറയുന്ന ആ കാര്യത്തെ അവർ കുറച്ച് റൊമാൻറ്റിക് എന്ന നിലയിൽ തിരിച്ചറിയും. അപ്പോൾ അവർക്കതൊരു, ആണുങ്ങളെ സംബന്ധിച്ച് റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്നത് പെണ്ണിനെ പോലെ അത്രയും ഈസി അല്ല. ശരിയല്ല. കാരണം പെണ്ണ് ജനിതകപരമായിട്ട് തന്നെ റൊമാൻറ്റിക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫിക്ഷൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് സ്ത്രീകളാണ്. അതെ അതെ അതെ. ആണുങ്ങൾ അത്രയും വായിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് ഫിലോസഫി ആയാലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ ഊന്നി നിൽക്കുന്നത്. പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള ഈ ഈ ഈ ഈ കഴിവില്ലായ്മ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള പ്രതിസന്ധികൾ ഒക്കെയാണ് ഇവരെ പരസ്പരം അടുപ്പിക്കുന്നതിൽ നിന്നും അകറ്റുന്നതിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഈ ശരിക്കും ഓഷോയുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുകയുണ്ടായി, 2-3 തരത്തിലുള്ള പേഴ്സണാലിറ്റികളുണ്ട്. ഒന്ന് ഹാർട്ട് ഓറിയൻറ്റഡ്, മൈൻഡ് ഓറിയൻറ്റഡ്, സ്റ്റൊമക്ക് ഓറിയൻറ്റഡ്. അപ്പോൾ ഈ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് കൂടുതലും ഹാർട്ട് ടു ഹാർട്ട് ഉള്ളൊരു കണക്ഷനാണല്ലോ. അതെ, ഹാർട്ട് എൻ്റെ പ്രവർത്തനങ്ങളാണല്ലോ ആക്റ്റീവായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റു കുറ്റങ്ങളൊന്നും ആ സമയത്ത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു എന്താണ്, ആ പ്രണയത്തിൻ്റെ നാളുകളിൽ ഹൃദയം ആക്റ്റീവാവുകയും അതിനുശേഷം വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നും അതിൻ്റെ പ്രവർത്തനം മനസ്സിലേക്ക് ഷിഫ്റ്റ് ആവുകയും തലയിലേക്ക് ഷിഫ്റ്റ് ആവുകയും ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആ ഒരു ഹൃദയത്തിൽ നിന്നും ഒരു തവണ മസ്തിഷ്കത്തിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്രെയിനിലേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അതുതന്നെയാണോ ഇവിടെ സംഭവിച്ചത് ശരിക്കും? ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള മാറ്റം അത്. പ്രണയത്തിൽ ഹൃദയമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതെ, ഹൃദയങ്ങൾ തമ്മിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതെ അതെ. ഹൃദയങ്ങൾ തമ്മിലാണ് അവിടെ പ്രണയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അത്ര മനോഹരമാണ്. അതുകൊണ്ട് അത് അത്രയും മനോഹരമാകുന്നത്. അതെ അതെ. അതുകൊണ്ടാണ് അതിൻ്റെ ഊഷ്മളതയിൽ അവരങ്ങ് പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഒരു പങ്കാളിയെ ഒരു നിമിഷം കാണാൻ കഴിയാതിരിക്കുമ്പോൾ അവർ പിടയുന്നത്, അവർക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത്. അവളൊന്നോ അല്ലെങ്കിൽ അവനൊന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു രാത്രി ഉറക്കം പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവിടെ ബുദ്ധി കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങും. തലച്ചോറ് ആ സ്ഥാനം ഏറ്റെടുക്കും, ഹൃദയത്തിന് പങ്ക് കുറയും. സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റിന് അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഏതൊരു വിഷയത്തെയും ബൗദ്ധികമായി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. വിവാഹത്തിലേക്ക് വന്നു, വിവാഹ ജീവിതം ആരംഭിച്ചു. അപ്പോൾ കൂടുതൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. അതെ അതെ. അപ്പോൾ അതിന് ആ ഒരു സാമ്പത്തികമാണോ ശരിക്കും ഒരു ശത്രുവായിട്ട് അവിടെ വരുന്നത്? അല്ല, സാമ്പത്തികം മാത്രമല്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. ഈ പരസ്പരം തുറന്ന് സംസാരിക്കാൻ. ഇപ്പം ഞാൻ എന്താണ്, എൻ്റെ ഇമോഷൻസ് എന്താണ്, എൻ്റെ ഫീലിങ്സ് എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ പ്രതീക്ഷകൾ എന്താണ്, നിങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നത്, എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എങ്ങനെ പറഞ്ഞാലാ വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം അനുഭവിക്കാതിരിക്കുന്നത്, ഞാൻ എന്ത് പറയുമ്പോഴാണ് സന്തോഷം അനുഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ പരസ്പരം തുറന്ന് പറഞ്ഞാൽ മാത്രമേ ചില കാര്യങ്ങളിലെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ തുറന്ന് പറച്ചിലുകൾ ആധുനിക കാലത്ത് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ സാമൂഹിക കുടുംബ ഘടനകൾ പഴയതിനേക്കാൾ ഒരുപാട് സങ്കീർണമായി കഴിഞ്ഞു. കാരണം സാമ്പത്തികമായ വലിയ ഒരു സങ്കീർണതകളിൽ നമ്മുടെ ജീവിതം ഇന്ന് എല്ലാ നിലയിലും ലോക്കഡാണ്. കാരണം ലോണുകളുണ്ടാകും, ചിട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ക്രയവിക്രയങ്ങൾ, പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നൂലാമാലകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദൈനംദിന അവർ ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ മാനസിക നില ഒരല്പം ഡൗൺ ആവും. ആ സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കൂടി ഇല്ലാതാകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാകുന്നതിൽ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ആൾക്കാണ് എന്താണ് വേണ്ടതെന്ന് അറിയാൻ പറ്റാതെ വരും. 2, മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ. യഥാർത്ഥത്തിൽ ഒരാൾക്ക് വേണ്ടുന്നത് മനസ്സിലാക്കല. പരിഗണനയായാലും ആശയവിനിമയമായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. എന്താണ് മനസ്സിലാക്കുക? ഇപ്പം ഞാൻ എന്നിൽ നിന്ന് വ്യത്യസ്തനായാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ എനിക്ക് യോജിക്കുന്നതോ
എനിക്ക് യോജിക്കാൻ കഴിയാത്തതോ ആയ ഒരുപാട് കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടാവും. അതെ അതെ അതെ. പക്ഷെ എനിക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഉം. ആ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ സ്പേസിനെ ഞാൻ അംഗീകരിക്കണം. ഫസ്റ്റ് അക്സെപ്റ്റൻസ് ആണല്ലേ? അതാണ് അക്സെപ്റ്റൻസ് ആണ്. ആ. അപ്പം നിങ്ങളതിനെ അത് ഞാൻ അംഗീകരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയൂ. അതെ അതെ. നിങ്ങളുടെ ആ സ്പേസ്, ആ ആ സ്പേസ് എന്താണ്? നിങ്ങൾക്ക് എന്നോട് പൊരുത്തമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും എന്നോട് പങ്കുവെക്കാൻ കഴിയണം, അതെ 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 അല്ലേ? ആ സ്വാതന്ത്ര്യം എനിക്കവിടെ വേണം. അതെ അതെ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം, കേൾക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം, മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം, ഇവിടെ നിന്നൊക്കെയാണ് പലപ്പോഴും കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ശിഥിലീകരണങ്ങൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ രൂപപ്പെടുന്നത്. അപ്പം അത് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ, അല്ല കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു സ്നേഹത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സെപ്പറേഷൻ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യൻ്റെയും പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓരോരുത്തരും വ്യത്യസ്തരായ ജനിതക കുടുംബ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയാൻ പോകുന്നത്. അതെ അതെ. അപ്പോഴേ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി രണ്ടുപേരും നന്നായിട്ട് അവെയറായിരിക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവെയറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പുതിയ കാലത്ത് ഇപ്പം ധാരാളം പല സമുദായങ്ങളും പല സംഘടനകളും അതിനൊക്കെ ഒരുപാട് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ആ ദാമ്പത്യമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് കേട്ടറിഞ്ഞ അറിവുകളേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. അവിടെ നേരിടുകയാണ്, ആ പ്രശ്നങ്ങളെ നേരിടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫീലിങ്സ് എനിക്ക് സഹാനുഭൂതിയോടെ എംപതറ്റിക്കായിട്ട് തിരിച്ചറിയാൻ കഴിയണം, അല്ലേ? എനിക്ക് സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്? അത് അയാൾക്ക് തോന്നണം. ഇയാൾക്ക് സ്നേഹമുണ്ട് എന്ന് അയാൾക്ക് തോന്നണം. ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എന്ന് മറ്റൊരാൾക്ക് തോന്നാനുള്ള വഴി എന്താണ്? ഞാൻ എങ്ങനെയാണോ സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്നത്, എൻ്റെ സ്നേഹം എന്താണോ, ഞാൻ അറിയുന്ന സ്നേഹം എന്താണോ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്താണോ, ആ നിലയിൽ അയാൾ എന്നോട് സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോഴാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുള്ളൂ, തിരിച്ചയാളും. അപ്പോൾ എൻ്റെ നിർവചന പരിധിയിലുള്ള സ്നേഹവും എൻ്റെ പാർട്ട്ണറുടെ നിർവചന പരിധിയിലുള്ള സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അയാൾ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് അയാൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടാകാം, പെരുമാറുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇയാളുടെ സ്നേഹത്തിൻ്റെ നിർവചനം വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സ്നേഹം എന്താണ്, ഏതുവരെയാണ്, എങ്ങനെയാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത് എന്ന് പോലും രണ്ടുപേർക്ക് ബോധ്യമാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം തന്നെയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. അല്ല, ഈ പ്രണയത്തിലായിരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എന്താ ഒരു വല്ലാത്തൊരു അഭിനിവേശമുണ്ടല്ലോ ആ വ്യക്തിയുടെ സാമീപ്യം. അല്ലെ ഫോണിൽ കൂടെ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും മിണ്ടാതിരിക്കുവാണെങ്കിൽ പോലും ആ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. അതെ, ആ ഫീലിംഗ് പക്ഷേ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെടുന്നു. അതെ. അപ്പം അത് പലപ്പോഴും എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണോ? അല്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രണയത്തിൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല, നമുക്കൊന്നും ഏറ്റെടുക്കേണ്ടതായിട്ടില്ല. പരസ്പരം ഒരുമിച്ചിരുന്നാൽ മതി, പരസ്പരം കണ്ടാൽ മതി, സംസാരിച്ചാൽ മതി. അതിനപ്പുറം അവിടെ ഒരു ബാധ്യതകളില്ല. പരസ്പരം കണ്ട് സംസാരിക്കാൻ എന്ത് ബാധ്യതയുള്ളത്? ഒരുമിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സുഖാനുഭൂതിയുണ്ട്. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്. ജീവിതം എന്ന് പറയുന്നത്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് വേറെയാണ്. അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കെട്ടുപാടുകളുണ്ട്. അവരുടെ ഫാമിലി, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ആയാലും വൈഫിൻ്റെ ആണെങ്കിലും ഫാമിലി, പിന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരിടപഴകേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവരെ യഥാർത്ഥത്തിൽ പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവ തലം എന്ന നിലയിൽ വിവാഹത്തെ അവർക്ക് കാണേണ്ടി വരുന്നതും ഇടപഴകേണ്ടി വരുന്നതും കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടുന്നതും അവിടെയാണ്. കാരണം അത് പരുക്കൻ യാഥാർത്ഥ്യമാണ്. അതായത് പലപ്പോഴും നമുക്ക് പ്രണയത്തിൽ ഈ ജീവിച്ച കാലത്തെ പോലെ ഇവിടെ ഇടപെടാൻ പറ്റണം എന്നില്ല, പ്രണയിക്കാൻ പറ്റണമെന്നില്ല. ഇത് രണ്ടും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ അവെയറായിക്കൊണ്ട് ഒരു വിവാഹ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ പെരുമാറുന്നതിനേക്കാൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്ന നിലയിൽ പരസ്പരം കാണാനും പെരുമാറാനും കഴിഞ്ഞാൽ ഒരുപാട് വിവാഹ ബന്ധത്തെ ഊഷ്മളമാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാഴ്ചപ്പാട് മനസ്സിലായി? ഇല്ല, ഒന്നുകൂടെ പറയാം.
വിവാഹ ജീവിതത്തിൽ ആ. ഒരു രണ്ട് സ്പൗസസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് ഭാര്യയും ഭർത്താവും എന്ന നിലയിലാണ്. ആ ഒരു ലേബലിൽ ആ ഒരു ലേബലിലാണ്. ലേബൽ വെറും ലേബൽ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരുപാട് ആശയങ്ങളുണ്ട്, ധാരണകളുണ്ട്, ഇമേജസ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഉണ്ട്. ആ. ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരാണും പെണ്ണും എന്ന നിലയിൽ ആ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും ഇടപഴകാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ കുറേ കൂടി ഊഷ്മളമാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രണയമായിരിക്കുന്ന സമയത്ത് ഈ ലേബലില്ല. ഈ ലേബലില്ല അവിടെ. ഓ ശരി ശരി. അവിടെ ഭാര്യ ഭർത്താവ് എന്ന ലേബലില്ല. ആ. പ്രണയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഭാര്യയായി ഭർത്താവായി, ഒരാൾ താഴെയായി ഒരാൾ മുകളിലായി, അതെ അതെ. ഒരാൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമായി മറ്റേയാൾക്ക് അത്ര ഉത്തരവാദിത്വം ഇല്ലായ്മയായി, ഒരാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് വേറെയാണ് മറ്റേയാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് വേറെയാണ്. അപ്പോൾ അവിടെ ആണും പെണ്ണും എന്ന നിലയിലുള്ള ഏറ്റവും ജൈവികമായ ബന്ധങ്ങൾ നടക്കാതിരിക്കുകയും പുതിയൊരു സാമൂഹികമായ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ വേറൊരു ലേബലിൽ അവർക്ക് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുക. ഇതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ആണും പെണ്ണും എന്ന ആ ജൈവികമായ ബന്ധം സാധ്യമാക്കി കഴിഞ്ഞാൽ കുറേ കൂടി ഊഷ്മളമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ വിവാഹ ജീവിതത്തോടൊപ്പം പുതിയ തലമുറ ഒരു വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എന്താണ് ലിവിങ് ടുഗദർ പോലെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വരുന്നുണ്ട്. എനിക്കൊന്ന് കൂടുതലും പെൺകുട്ടികളാണെന്ന് തോന്നുന്നു പ്രിഫർ ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എത്രമാത്രം ഉണ്ടാവും? കോൺസിക്വൻസസ് എന്ന് പറയുമ്പം ഈ കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്, സാമൂഹിക ഘടനയുടെ മാറ്റം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്, കാഴ്ചപ്പാടുകളിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അതിലേക്ക് അവൻ എത്തിച്ചത് പുതിയ കാലത്തെ അവനിലേക്ക് എത്തപ്പെടുന്ന അനേക വിധങ്ങളായ ആശയങ്ങളാണ്, അല്ലേ? പലതരത്തിൽ പല മേഖലകളിൽ നിന്ന് അവനിലേക്ക് എത്തിപ്പെടുന്ന സ്വാധീനങ്ങളാണ്, ആശയപരമായ സ്വാധീനങ്ങളാണ്. ഇവിടെ പുതിയ കാലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് വിവാഹ ജീവിതത്തോടൊരു വിരക്തി ഉണ്ടാകുന്നുണ്ട്. ആ വിരക്തിക്ക് അടിസ്ഥാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭയമാണ്. കാരണം തൻ്റെ ഒരു തലമുറ മുമ്പ് അല്ലെങ്കിൽ തൻ്റെ തന്നെ മുന്നിൽ വിവാഹിതരായ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദാരുണമായ വിവാഹ ജീവിതത്തെ കണ്ട് അവരുടെ അകത്ത് തന്നെ ഈ പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥിതിയിൽ നിന്നും ഒരു മാറ്റം, അവന് വിധേയനായി അവൻ്റെ ആജ്ഞകൾക്കോ അവൻ്റെ ശാഠ്യങ്ങൾക്കോ കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ സുഖകരം എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ സ്പേസിന് കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് ഒരു ലിവിങ് ടുഗദർ, താൽക്കാലികമായൊരു ബന്ധത്തിൽ, അതാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്, താൽക്കാലികമായൊരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതു നിമിഷവും അത് അവസാനിപ്പിക്കാം, പൊരുത്തപ്പെടാൻ കഴിയില്ലേ അവസാനിപ്പിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം എന്ന് പറയുന്നത്. മറ്റൊരാളിലേക്ക് പോകാതിരിക്കാം. അപ്പം ഇവിടെ അതേസമയം തന്നെ ഇതിനൊരു ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദോഷമെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അവിടെ ഒരു ശരിക്കും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അകത്ത് തിരിച്ചറിയുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് പുതിയ കാലത്ത് ലിവിങ് ടുഗദറിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ ധാരാളം അടിച്ചമർത്തലുകളും ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോടതി നിരീക്ഷണങ്ങൾ വരെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു കുടുംബ വിവാഹ ജീവിതത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും ആ വിവാഹ ബന്ധം എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു ഉപാധി മാത്രമല്ല, ഒരു ഉടമ്പടി മാത്രമല്ല, പകരം അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണത്. രണ്ട് കുടുംബങ്ങൾ അവിടെ ഉണ്ട്, രണ്ട് സമുദായങ്ങളുണ്ട്, സമൂഹമുണ്ട്, ധാരാളം നിയമപരമായ ആനുകൂല്യങ്ങൾക്ക് അവിടെ വിധേയരാണ് ഏതൊരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇതിലതില്ല. അപ്പോൾ ഒരു നിലയിലും ഒരു പെൺകുട്ടി അവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ലിവിങ് ടുഗദർ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും ഇതിനെയൊക്കെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പുരുഷ കേന്ദ്രീകൃത മനസ്സാണ്. കാരണം അവനെ സംബന്ധിച്ച് സ്വതന്ത്രയായൊരു പെണ്ണിനെ വേണം. പുരുഷനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് അടിസ്ഥാന കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് അവന് സ്ത്രീയെ ലൈംഗികമായി അനുഭവിക്കാനുള്ള അവൻ്റെ ആവേശത്തെ കൂടുതൽ അവന് സാധ്യമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്ത്രീകളെ സ്വതന്ത്രയാകാൻ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീകളോട് അവർ പറയും സ്വതന്ത്രയാകാം, ഈ പുരുഷ കേന്ദ്രീകൃത, ഈ പാട്രിയാർക്കിക്കൽ സമൂഹത്തിൽ നിന്ന് ഇറങ്ങി വരിക, നിൻ്റെ വീടും നാടും കുടുംബവും സദാചാരങ്ങളും സാംസ്കാരിക മൂല്യങ്ങളെയൊക്കെ വലിച്ചു ദൂരെ കളയുക, എന്നിട്ട് ഇറങ്ങി വരിക, സ്വതന്ത്രയാവുക, ജീവിതം വിശാലമാണ്, അവിടെ നിനക്കായി വേറെ ഒരുപാട് അനുഭൂതികളും സന്തോഷങ്ങളും സമാധാനങ്ങളും കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിൽ വശംവദരായി ഈ പെൺകുട്ടി ഇറങ്ങിത്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്? ഇങ്ങനെ സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ടുള്ള മോഹത്താൽ വശംവദരായിട്ട് പെൺകുട്ടികൾ ഇറങ്ങി വരണമെന്നും അങ്ങനെ ഇറങ്ങി വരുന്നവരെയാണ് തങ്ങൾക്ക് അനുഭവിക്കേണ്ടതെന്നും ഈ പുരുഷന്മാർക്ക് അറിയാം. കൗശലതന്ത്ര.
ഇതിന് ശൃഗാലതന്ത്രം എന്നൊരു പേരുണ്ട്. കുറുക്കൻ്റെ കൗശലതന്ത്രം അത്. പെൺകുട്ടികൾ അങ്ങ് വീണ് പോവുകയും ചെയ്യും. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും യഥാർത്ഥത്തിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ്. അത് ഈ സൊസൈറ്റൽ റൂൾസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാഹം സംഭവിച്ചു കഴിയുമ്പോൾ ഉടമ്പടികളുണ്ടല്ലോ, ഈ പറഞ്ഞ കുടുംബം, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഊഷ്മളമാകുന്നതെന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെയല്ലേ ഒരുപക്ഷെ ഇവരെ സെപ്പറേഷനിലേക്കൂടെ കൊണ്ടെത്തിക്കുന്നത്. കാരണം പ്രണയാർദ്രമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അവരുടേതായിട്ടുള്ളൊരു ചെറിയ ലോകമാണ്. അതെ. പക്ഷേ വിവാഹ ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സൊസൈറ്റൽ തിങ്സ് അവിടെ വരുന്നുണ്ടല്ലേ, ഒരു കൂട്ടം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പം പല ആളുകളെ ഇവർക്ക് കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ ബന്ധുക്കളെ കൺവിൻസ് ചെയ്യേണ്ടവരും പേരൻസിനെ കൺവിൻസ് ചെയ്യേണ്ടവരും പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും അതിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും ഒരു പരിധിവരെ സെപ്പറേഷനിലേക്ക് എത്താനായിട്ട് അവരെ ഗൈഡ് ചെയ്യത്തില്ലേ, ലീഡ് ചെയ്യത്തില്ലേ, സ്വാധീനിക്കുന്നുണ്ടാകാം. ഇതിന് കാരണം എന്ന് പറയുന്നത് കുടുംബ വ്യവസ്ഥിതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിവിങ് ടുഗദർ അല്ലേ ബെസ്റ്റ്? അതെ, നമുക്കതിലേക്ക് വരാം. അതായത് വിവാഹ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കുടുംബം എന്ന് പറയുന്നൊരു വലിയ വിശാല സങ്കല്പം അതിലുള്ളത്. അതിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല, അവരുടെ കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാകും. അങ്ങനെ വലിയൊരു സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്ഥാപനം എന്ന നിലയിലൊക്കെ പുതിയ കാലത്ത് വായിക്കപ്പെടുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന രീതിയിലൊക്കെ അതൊരു അപരിഷ്കൃത കാഴ്ചപ്പാട് എന്ന നിലയിലാണ് വിവാഹത്തെ പലപ്പോഴും പലരും കണ്ടുവരുന്നത്. അപ്പം ഈ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്കിടയിൽ പ്രണയം എന്ന് പറയുന്നത് സാധ്യമാണോ? സാധ്യമാണ്. തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതി. പ്രണയിക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, പ്രണയിക്കാൻ അവർ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറന്നു പോകാൻ കാരണം എന്താ? ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ടാണ്. അവിടെ അവർ കൂടുതൽ മുൻകൈ എടുക്കുന്നത് അതിലാണ്. അതിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെന്ന് പെടുമ്പോൾ അവിടെ ഈ ബാലിശമായ ചപല വികാരങ്ങൾക്ക് സ്ഥാനമില്ല എന്നവർ അറിയാതെ തിരിച്ചറിയും. അവിടെ പ്രണയിക്കാൻ അങ്ങ് മറന്നുപോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ എന്തുകൊണ്ടും ലിവിങ് ടുഗദർ അല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന നിലയിലാണ്. അതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ റിലേഷൻഷിപ്പിൽ പരാജയപ്പെടേണ്ടി വരുന്നത്? അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അകത്ത് മറ്റൊരാളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരുപാട് സാധ്യതകൾ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുമായി, ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ മാനുഷിക ശേഷിയാണ്. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നത്, അല്ലേ? നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം നിലനിൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്പേസിനെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ അവകാശങ്ങളിലേക്ക് ചുരുക്കുമ്പോഴാണ് അവിടെ ബന്ധങ്ങൾക്ക് പലപ്പോഴും വില കൽപ്പിക്കാതിരിക്കുന്നത്. ബന്ധം എന്ന് പറയുന്നത് വിശാലമായൊരു ക്യാൻവാസിലാണ് ഒരു കുടുംബസങ്കല്പം കിടക്കുന്നത്. അവിടെ ഇവർ രണ്ടുപേരും അല്ല, ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടികളുണ്ട്, എൻ്റെ പേരൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഈ വിശാലതയിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പം പേരൻസിൻ്റെ വികാരങ്ങൾ അവിടെ ഉണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളുണ്ട്, കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവർ തമ്മിൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നല്ല മാനുഷികമായ സഹാനുഭൂതിയും യഥാർത്ഥ സ്നേഹവും വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് കഴിയാതിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അയാളുടെ ആ മേഖലയിലുള്ള ശേഷിക്കുറവ് തന്നെയാണ്. മറ്റൊരാളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് അയാളുടെ ഒരു പേഴ്സണാലിറ്റി വൈകല്യം എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊരുത്തപ്പെടാനുള്ള ശേഷിയില്ലായ്മ തന്നെയാണത്. ഒരു വ്യക്തിയെ ശരിക്കും നമുക്ക് മാറ്റാൻ കഴിയില്ല, മാറാൻ കഴിയുമെന്ന് എന്നോട് ഒരിക്കൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ടോക്സിക്കായിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്കൊന്ന് ഒരു പുതിയ ആളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക? അതെ, ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷേ മാറാൻ കഴിയും. മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. മാറാൻ കഴിയുമെന്ന് പറയുന്നത് അയാളുടെ അകത്ത് നടക്കുന്നൊരു പ്രോസസ്സ് എന്ന നിലയിലാണ്. അതായത് മാറണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ മാറാൻ പറ്റൂ. മാറണമെന്ന ആഗ്രഹമല്ല, കത്തുന്ന ആഗ്രഹം വേണം. ഒരു പക്ഷേ
നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഉറക്കത്തെ പോലും തടസ്സപ്പെടുത്തുന്ന കത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മാറാൻ പറ്റൂ. അങ്ങനെ മാറണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഈ നിലയിൽ തുടർന്നു പോയാൽ തൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല, അതിന് ഭാവിയില്ല, സുരക്ഷിതമല്ല, അല്ലെങ്കിൽ സംഘർഷങ്ങൾ നിറഞ്ഞതാകും. അതിനെ തനിക്ക് താങ്ങാൻ പറ്റില്ല, അതിനെ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നിലയിൽ മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന ആഴത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. ഈ തിരിച്ചറിവ് എവിടെ നിന്നുണ്ടാകുന്നത്? ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിക്ക് മാറാൻ കഴിയുമോ? അയാൾ മാറേണ്ടതാണ്. ടോക്സിക് ആയ ഒരു പേഴ്സണാലിറ്റി സ്വയം തിരിച്ചറിയണം. എങ്ങനെയാണ് അത് തിരിച്ചറിയുന്ന സമയം എന്ന് പറയുന്നത്? അയാളുടെ പങ്കാളി അയാളെ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ്. അയാളുടെ പങ്കാളി അയാളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അയാൾ അനുഭവപ്പെടുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്, ഒരു ലോൺലിനെസ് ഉണ്ട്. ആ സമയത്ത് അയാൾ വിരഹത്തിൻ്റെ വേദനയെ തിരിച്ചറിയും, ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയും, തീവ്രമായ നൊമ്പരങ്ങളിലായി പോവും, ഉറക്കം നഷ്ടപ്പെടും, ദിവസങ്ങളോളം, മാസങ്ങളോളം. ഒടുവിൽ അയാൾ തിരിച്ചറിയുന്നൊരു സമയമുണ്ട്, റിഗ്രറ്റ്, നമ്മൾ പറയുന്നത് പോലെ ഗിൽറ്റ്, കുറ്റബോധങ്ങളിൽ നിന്നും പശ്ചാത്താപങ്ങളിൽ നിന്നും വെന്ത് നീറി കഴിയുമ്പോൾ അയാൾ തിരിച്ചറിയുകയാണ്, മാറിയേ പറ്റൂ. ആ തിരിച്ചറിവിൽ നിന്നാണ് മാറാനുള്ള സാധ്യതകൾ ഉണ്ടായി വരുന്നത്. അതല്ലാതെ മാറാൻ പറ്റില്ല. മാറണമെങ്കിൽ മാറേണ്ട ആളുടെ അകത്ത് ആ തിരിച്ചറിവുണ്ടാകണം. വെറുതെ തിരിച്ചറിവല്ല, കത്തുന്ന, നീറ്റുന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ മാറാൻ പറ്റൂ. പക്ഷേ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇത് മിക്കവാറും പേര് തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരുമല്ല, തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അപ്പോഴേക്കും പങ്കാളി മിക്കവാറും ഐസൊലേറ്റഡ് ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി അവർ ഈ ആളെ ഉപേക്ഷിക്കാനുള്ള മാനസികമായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടാകും. അവരുടെ ഫാമിലി അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ഒരുപക്ഷെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴേക്കും ഇയാൾ വൈകി പോയിട്ടുണ്ടാകും. ഇയാൾ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ മാറണം. മാറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ടാകും. മാറി തുടങ്ങിയിട്ടും ഉണ്ടാകും. പക്ഷെ മറ്റേയാളത് അറിയണമെന്നില്ല. മറ്റേയാൾ അതറിഞ്ഞാൽ മാത്രമേ ഈ മാറ്റത്തെ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മാറാൻ പറ്റും, മാറാൻ കഴിയാത്ത സാഹചര്യമില്ല, മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച ദമ്പതികൾ ഒരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും സെപ്പറേറ്റ് ആവുകയും ചെയ്തു. സെപ്പറേറ്റ് ആയതിന് ശേഷം ഈ പറഞ്ഞ ലോൺലിനെസ് അനുഭവിച്ചപ്പോഴാണ് ഞാൻ അവരെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു. അപ്പം മറ്റേ പാർട്ണർ പൂർണ്ണമായിട്ടും ഡിസ്കണക്റ്റഡ് ആയി. അപ്പം അങ്ങനെ 2-3 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഇയാൾക്ക് ശക്തമായിട്ടുള്ള ഇയാൾ തിരിച്ചറിഞ്ഞു, അല്ലെ അവർ തിരിച്ചറിഞ്ഞു, സ്ത്രീ തിരിച്ചറിഞ്ഞു, അല്ലെ പുരുഷൻ തിരിച്ചറിഞ്ഞു, എനിക്ക് മറ്റേ പാർട്ണറെ തിരിച്ചു വേണം. ശരിക്കും അങ്ങനെ ഒരു റീകണക്ഷൻ സാധ്യമാണോ? ഒരാൾ പൂർണ്ണമായിട്ടും ഡിസ്കണക്റ്റായി, അതെ, പിന്നീടാണ് ആഗ്രഹം വരുന്നത്, വർഷങ്ങൾക്ക് ശേഷമാണ് ആഗ്രഹം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും റീകണക്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അങ്ങയുടെ കൺസൾട്ടേഷനിലൂടെ സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. എല്ലായ്പ്പോഴും ഒരു ബ്രേക്കപ്പ് ഉണ്ടായി സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ ഇതിനെ ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാളായിരിക്കും മിക്കവാറും മുൻകൈ എടുക്കുന്നത്. അപൂർവമായി ചിലപ്പോൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവരെ സമീപിച്ചേക്കാം, അപൂർവമായി. പക്ഷെ മിക്കവാറും ഒക്കെ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ഇതിന് തയ്യാറെടുക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ആൾ അങ്ങനെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഒരാളെ, ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മാരേജ് തെറാപ്പിയൊക്കെ ചെയ്യുന്ന ഒരാളെയോ സമീപിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തി തൻ്റെ പങ്കാളിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഞാനൊരാളെ കാണാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്, നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ ഈ ആൾ പറയും, എനിക്ക് താല്പര്യമില്ല എന്ന് ആ ആൾ പറയുന്നു എന്നതിൻ്റെ അർത്ഥം വിവാഹമോചനം അയാൾ ആഗ്രഹിക്കുന്നു എന്നല്ല. പകരം നിങ്ങൾ മുൻകൈ എടുക്കുന്ന ഈ രീതിയോട് എനിക്ക് താല്പര്യമില്ല എന്നാണ്. കാരണം നിങ്ങളെ ഞാൻ എല്ലാ നിലയിലും അടുത്തു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് നൽകിയ സമ്മാനങ്ങൾ അത്രയും കടുത്തതാണ്, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തളർത്തുന്നതാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളുടെ മാർഗത്തിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരാൾ മുൻകൈ എടുത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയുന്നത് ആ ആളിലൂടെയാണ് പരിവർത്തനം സാധ്യമാക്കാൻ പറ്റുള്ളൂ. കാരണം ആ ആൾ മാത്രമാണ് ആ സമയത്ത് ഓണായിരിക്കുന്നത്. അപ്പോൾ അയാളാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അയാളോട് പറയാനുള്ളത് നമുക്ക് റെഡിയാക്കാം, ശരിയാക്കിയെടുക്കാം,
നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ അതിന് നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ ആ ആളുമായിട്ട് നിരന്തരമായി കുറച്ച് സെഷൻസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യമാകും. അങ്ങനെ ആ നിലവിൽ മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ഇയാളുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ അതിൻ്റേതായ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലൂടെ നമുക്ക് ഈ രണ്ടുപേരെയും വീണ്ടും കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ ധാരാളം പേരെ നമ്മളങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ക്ഷമയുടെ പര്യായമായിട്ട് സ്ത്രീകളെ പറയാറുണ്ടല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് സ്ത്രീകൾക്കാണ്. അതെ, ക്ഷമ അമ്മയാണ്, അമ്മ ഭൂമിയാണ്, ഭൂമി അല്ലേ എന്നൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും വിവാഹ ബന്ധത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പീക്ക് ലെവലിൽ പ്രശ്നങ്ങളായി ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു കാരണവശാലും അടുക്കാത്തൊരു സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത്. അതെ അതെ. എന്നാൽ പുരുഷന്മാർ തയ്യാറാണ്. ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ കേട്ടോ, ശരിക്കും ഈ സ്ത്രീ ക്ഷമയുടെ പര്യായമാണെന്ന് പറയുകയും എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് റീകണക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അവരിൽ കണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിൽ പുതിയ കാലത്ത് പെൺകുട്ടികൾക്ക് ധാരാളം സപ്പോർട്ടീവായ സംവിധാനങ്ങൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ താൻ ഡിവോഴ്സ് ആയേക്കാം അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്ക് പോയേക്കാം എന്ന ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഒരു പേരൻസ് പറയുന്നതും, മോളെ നീ അവിടെ ചെന്ന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ, നിനക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നീ അവിടെ നിൽക്കേണ്ടതില്ല, ഞങ്ങളെ വിളിക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോരുക. ഇത്രയും കാലം നിന്നെ വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് ഇനിയും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, പോറ്റാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയുന്നിടത്ത് ഈ പെൺകുട്ടി നിലവിൽ ആ സമയം തന്നെ വിവാഹമോചനത്തെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. പല പേരൻസും സത്യത്തിൽ മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ, പല പെൺകുട്ടികളും വിവാഹ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദാരുണമായ ദുരന്തങ്ങളെ കണ്ടുകൊണ്ട് ഭയന്നിട്ടാണ് തൻ്റെ പെൺമക്കളോട് ഈ ഉപദേശങ്ങൾ നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ആ വിവാഹ ജീവിതത്തിൽ പൂർണ്ണമായ മനസ്സോടുകൂടി ഇടപഴകാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. പകുതി മനസ്സോടുകൂടിയായിരിക്കും ആ വ്യക്തിയുമായി ഇടപഴകുന്നത്. അവൾക്ക് പൂർണ്ണമായി അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, പൂർണ്ണ മനസ്സവിടെ കൊടുക്കില്ല. അവൾക്ക് അവിടെ ആദ്യം തന്നെ മുൻകൂർ ഒരു ധാരണയുണ്ട്, എനിക്ക് വിയോജിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ വിയോജിക്കാൻ തന്നെ തയ്യാറായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഒരു തരത്തിലും അവൾ ആ വ്യക്തിയുമായി പൊരുത്തപ്പെടാൻ തന്നെ തയ്യാറാകാത്തൊരു മാനസികാവസ്ഥയോടുകൂടി കടന്നു ചെല്ലുമ്പോൾ ആ വിവാഹ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സൗമ്യമായും ക്ഷമയോടെയും മനസ്സിലാക്കിയും സഹാനുഭൂതിയോടെയും ആ വ്യക്തിയുമായി ഇടപഴകാൻ ഈ പെൺകുട്ടിക്ക് സ്വാഭാവികമായും കഴിയാറില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് മിക്കവാറും ഈ കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യതയുള്ളതും. പെൺകുട്ടി ഇനി ഈ സമയത്ത് ഇവിടെ ചിലപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിളിച്ച് പറയും, അമ്മേ എൻ്റെ ഇങ്ങനെയാണ്, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്നോട് ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ ഒറ്റപ്പെടുവാണ്, അവഗണിക്കപ്പെടുവാണെന്നൊക്കെ പറയും. ഇതെല്ലാം കൃത്യമായി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അമ്മയോ പുതിയ കാലത്തെ തൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാരണങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അവൾ പറയും, മോളെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പോരെ, ഒന്നും പേടിക്കണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറയും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളിലാണെങ്കിലും പുതിയ തലമുറയിലാണെങ്കിലും മറ്റൊരാളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു മാനസിക വൈകാരിക നില വൈകല്യപരമായിട്ട് നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ആളുകളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ശേഷി, പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു ശേഷിയാണ് നമ്മളിൽ നിന്ന് കൂടുതൽ അപകടകരമായി സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. ഇന്നിപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ധാരാളമുണ്ട്. ഒരാൾ പോയാൽ മറ്റൊരാൾ, അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ. പൂർണ്ണ മനസ്സോടുകൂടിയല്ല ഒരു പെൺകുട്ടി ഇന്ന് വിവാഹത്തിലേക്ക് കടക്കുന്നത്, അർത്ഥഭയത്തോടും പൂർണ്ണ ഭയത്തോടും കൂടിയാണ്. തൻ്റെ ജീവിതം അവിടെ സുരക്ഷിതമാകുമോ എന്ന ആശങ്കയോടു കൂടിയാണ്. എത്രമാത്രം സംശയിച്ചും ആശങ്കപ്പെട്ടും നമ്മൾ എന്തിലേക്ക് കടന്നു ചെന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന അനുകൂലമായൊരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല എന്നുള്ളത് പ്രപഞ്ച യാഥാർത്ഥ്യമാണ്. പൂർണ്ണ മനസ്സോടുകൂടി ഇഴുകിച്ചേരാൻ തയ്യാറായിക്കൊണ്ട് വിവാഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം പഴയതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ പുതിയ തലമുറയിലെ ആൺകുട്ടികളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം പഴയ കാലത്തെ
ഡോമിനേഷൻ അവരുടെ വ്യക്തിത്വത്തിലോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളിലോ ഇനി മുന്നോട്ട് കൊണ്ടുപോയി പുരുഷാധിപത്യമാണോ? പുരുഷാധിപത്യ പ്രവണത മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ. ഒരു പക്ഷേ ഇവിടെ തന്നെ ഇട്ടേച്ച് പോകും എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയും സഹകരിച്ചും സഹവർത്തിച്ചൊക്കെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് പുതിയ കാലത്ത് ആൺകുട്ടികൾ. നമ്മുടെ ഈ ഭാരതീയ കഥകളിലും പ്രാചീന അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ദർശനങ്ങളിലും അല്ലെ പുരാണ കഥകളിലും ഒക്കെ പറയുന്നത് പുരുഷൻ്റെ ആധിപത്യത്തെക്കുറിച്ചാണ് അല്ലേ? പുരുഷാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ. പുരുഷൻ്റെ കീഴിലായിരിക്കണം സ്ത്രീ എന്നൊരു അല്ലേ എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അതാണോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി, അതോ സമാനതകളോടുകൂടി പോകുന്ന, അതായത് പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ പോകുന്ന കാര്യത്തിലാണോ വിവാഹ ബന്ധം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഊഷ്മളമായും സ്നേഹമായിട്ടും ഇരിക്കുന്നത്? അതോ പുരുഷാധിപത്യം തന്നെ വേണോ, സ്ത്രീ ഇച്ചിരി താന്നു നിന്നാൽ മതി? ഏതാ? അല്ല, ശരിക്കും ആണും പെണ്ണും എന്ന രണ്ട് ബൈനറി അത് പ്രകൃതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ളതാണല്ലോ, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഇപ്പം മനുഷ്യേതര ജന്തുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ലീഡിങ് എഡ്ജായിരിക്കുന്നത് സ്ത്രീകളാണ്. കാരണം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് പുരുഷൻ ജീവിക്കുന്നത് തന്നെ. ഈ വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറയും ദൃക്കും ദൃശ്യവും എന്ന രണ്ട് സത്തകളാണ് ഇത് തമ്മിൽ. ദൃക്ക് എന്ന് പറയുന്നത് പുരുഷനാണ്, ദൃശ്യം എന്ന് പറയുന്നത് സ്ത്രീയാണ്. പുരുഷൻ എന്ന ദൃക്ക് സ്ത്രീയെ അതിൻ്റെ എല്ലാ അഴകും അതിൻ്റെ അളവും വെച്ച് ആസ്വദിച്ച് അവനൊരു സ്ത്രീയെ മനസ്സിലാക്കുകയോ ചെയ്യുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയുടെ സ്നിഗ്ധമായ ശരീരം എന്ന് പറയുന്നത് പുരുഷനെ അങ്ങേയറ്റം ഭ്രമിപ്പിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആകർഷണവും ആസ്വാദ്യതയുമാണ്. സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് അവൻ മുന്നോട്ട് ജീവിതം പോലും, അവൻ്റെ സ്വപ്നങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. സ്ത്രീ ശരീരം പുരുഷനെ എല്ലാ നിലയിലും ഭ്രമിപ്പിക്കുന്നതാണ്. തിരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷൻ്റെ ശരീരത്തെയല്ല അവൾ പരിഗണിക്കുന്നതും അവളെ ആകർഷിപ്പിക്കുന്നതും, പുരുഷൻ്റെ അവൾ ആഗ്രഹിക്കുന്ന ശേഷികളെയാണ്. അതിലവൻ്റെ കരുത്തുണ്ട്, സംരക്ഷിക്കാനുള്ള ശേഷികളുണ്ട്, അവളെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷികളുണ്ട്, അവൻ്റെ സൗന്ദര്യം കുറച്ചൊക്കെയുണ്ട്, അവൻ്റെ സ്വഭാവ ഗുണങ്ങളാണ് അതിലേറെ, അവൻ പരിഗണിക്കാനുള്ള ശേഷി, കേൾക്കാനുള്ള ശേഷി, ഇതെല്ലാം ചേർന്ന ഒരു പുരുഷത്വത്തെയാണ് അവൾ നിർവചിക്കുന്നത്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ മനസ്സിൻ്റെ അകത്തെ പുരുഷത്വത്തിൻ്റെ നിർവചനവും ഒരാണിൻ്റെ മനസ്സിൻ്റെ അകത്തെ സ്ത്രീയെ സംബന്ധിച്ച നിർവചനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വളരെ വൈരുദ്ധ്യപൂർണ്ണമായ വ്യത്യാസമാണത്. അതുകൊണ്ടാണ് ഒരു പുരുഷൻ എന്നും ഒരു സ്ത്രീയെ അവൾ ശാരീരികമായി ഇഷ്ടപ്പെടുന്നത്. സ്ത്രീ ഒരു പുരുഷനെ ശാരീരികമായല്ല മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷനെ സ്നേഹിക്കണമെങ്കിൽ ശരീരം കണ്ട സ്നേഹിക്കില്ല, അവൻ്റെ ഗുണങ്ങളാണ് അവൾ ആകർഷിപ്പിക്കുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് പ്രധാനമായിട്ടും പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഒരു മാൻകൂട്ടങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആൺമാൻ എന്ന് പറയുന്നത് വലിയ കൊമ്പുകളുള്ള ആൺമാനാണ്. പെൺമാന് ഈ കൊമ്പുകളില്ല. സൗന്ദര്യം നമ്മൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ആൺമാനാണ് ഭംഗി കൂടുതൽ, അല്ലേ? തലയെടുപ്പൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, കൂടുതൽ ശാരീരികം ഇതുണ്ട്, ഉയരമുണ്ട്, എല്ലാം ഉണ്ട്. ഈ ആൺമാൻ യഥാർത്ഥത്തിൽ ഈ വലിയ ഭീകരമായ വലിപ്പമുള്ള ഭാരമുള്ള കൊമ്പുകൾ വഹിച്ചുകൊണ്ട് കൊടുങ്കാട്ടിലൂടെ ശത്രുക്കളെ പേടിച്ച് ഭയന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ ഇവൻ ഈ കൊമ്പൊക്കെ എടുത്ത് അണിഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പെൺമാൻ എങ്ങനെയെങ്കിലും ഒന്ന് ആകർഷിക്കപ്പെടണം. അവളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവളുടെ ഒരു 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 അനുരാഗപൂർണമായ ഒരു 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 അനുവാദം ഒക്കെ ഇവന് വേണം. അവന് ജീവനെപ്പോലും തൃണവൽഗണിക്കുന്ന വലിയ ഭാരമുള്ള കൊമ്പുകൾ അവന് ഭാരമല്ല. ഒരു കൊമ്പനാനയെ നോക്കുക, അത് അത്രയും തലയെടുപ്പും കാണിക്കുന്നതും ആ പൗരുഷം കാണിക്കുന്നതും ഭീകരമായ വലിയ കൊമ്പുകൾ കാണിക്കുന്നതും ഒക്കെ പെൺ ആനയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. സിംഹമായാലും അല്ലെങ്കിൽ ആൺമയിലിൻ്റെ കാര്യം എടുത്ത് ആലോചിച്ച് നോക്കി. ആൺമയിലിനെ സംബന്ധിച്ച് വലിയ ഭാരമുള്ള പീലികളാണ്. ഭാരമുള്ള പീലികളോടുകൂടി അവൻ ഈ പെൺമാനുകളുടെ ഇടയിൽ ഈ പെൺ മയിലുകളുടെ ഇടയിൽ പോയിട്ട് നൃത്തം വയ്ക്കും, ഡാൻസ് ചെയ്യും. മനോഹരമായ നൃത്തമാണ്. അപ്പോൾ ഈ പെൺ മയിലുകളെല്ലാം കൂടി നോക്കി നിൽക്കുമ്പോൾ ഇതിൽ ആരുടെ നൃത്തമാണ് ഏറ്റവും മനോഹരം, ആരാണ് ഏറ്റവും കരുത്തൻ, ആരുടെ പീലുകൾക്കാണ് തന്നെ കൂടുതൽ ആകർഷിപ്പിക്കാൻ തോന്നിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവൾ ഇവനെ തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നത്.
അപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ അടിസ്ഥാനപരമായിട്ട് പെണ്ണ് ആണ് തിരഞ്ഞെടുക്കുന്നത്, ആണല്ല. മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് മാറി. ഇവിടെ ആണാണ് തിരഞ്ഞെടുക്കുന്നത്, പെണ്ണല്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പ്രാചീന കാലത്ത്, നമ്മുടെ പുരാണങ്ങളുടെ കാലത്ത് ഇത് വ്യത്യാസമുണ്ട്. അവിടെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വലിയ പരീക്ഷണങ്ങൾ അതെ, താണ്ടിയേ പറ്റൂ, പാസ്സായേ പറ്റൂ. അതെ, അതെ, അതെ. അവൻ്റെ കരുത്തവിടെ പ്രകടിപ്പിക്കണം. അതെ, അതെ. അപ്പോൾ പരിണാമപരമായ ഒരു യുക്തി അതിലുണ്ട്. പരിണാമപരമായ ഒരു യുക്തി ആ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ അന്നുണ്ടായിരുന്നു. ഇന്ന് അതും കളഞ്ഞു. ഇന്ന് ആണാണ് പെണ്ണിനെ കാണാൻ പോകുന്നത്, ആണാണ് പെണ്ണിനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ആണിൻ്റെ കാഴ്ചപ്പാടിലാണ് പെണ്ണ് ഓക്കെ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പെണ്ണിന് അവിടെ യാതൊരു റോളും ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിണാമപരമായിട്ടും മൃഗലോകത്തും ജന്തുലോകത്തും ഒക്കെ യഥാർത്ഥത്തിൽ പെണ്ണ് തന്നെയാണ് ഒരാണിനെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്നതൊരു പ്രതിസന്ധിയെ സൃഷ്ടിക്കും. കാരണം ഇന്ന് അതായത് സ്ത്രീകൾ വളരെ എണ്ണത്തിൽ കുറഞ്ഞു പോയി. അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ആണുങ്ങളാണ് കൂടുതൽ. അപ്പോൾ പെണ്ണുങ്ങൾ തിരഞ്ഞെടുക്കാൻ നിന്നാൽ വലിയൊരു വിഭാഗം ആണുങ്ങൾ പുറന്തള്ളപ്പെടും. ശരിയല്ലേ? അതെ, അതെ, അതെ. ഫെമിനിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പം പുരുഷാധിപത്യം പരാമർശിക്കാതെ ഫെമിനിസത്തെ പറ്റി പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഫെമിനിസം ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് യഥാർത്ഥ ഫെമിനിസം അല്ല. അത് മസ്കുലിനിസത്തോടുള്ള സ്നേഹമാണ്, ആസക്തിയാണ്, അതിനോടുള്ളൊരു തരം ഭ്രാന്ത. കാരണം ഒരു പുരുഷനായി തീരാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫെമിനിസ്റ്റും ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീയായി ശക്തിപ്പെടാനോ ശാക്തീകരിക്കാനോ വേണ്ടിയിട്ടല്ല. സ്ത്രീയുടെ സഹജമായ ഗുണങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൽ കൂടുതൽ ശാക്തീകരിക്കാൻ ഉള്ളതിനേക്കാൾ വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പുരുഷനായി തീരുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ്, തെറ്റായ ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് ഫെമിനിസ്റ്റുകൾ കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചിരിക്കുന്നത്. അവിടെ എന്താണ് ഇപ്പോൾ പലപ്പോഴും പുതിയ കാലത്ത് ധാരാളം പെൺകുട്ടികൾ ഇന്ന് മസിൽസൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, ജിമ്മിലൊക്കെ പോയിട്ട്. സ്വാഭാവികമായും ഒരു പെണ്ണ് ഒരാണിനെ പോലെ സ്വാഭാവികമായും മസിൽസ് ഉണ്ടായി വരാൻ സാധ്യമല്ല. കാരണം ആണും പെണ്ണും ശാരീരികമായി ഒരുപാട് വ്യത്യസ്തരാണ്. അതെ, അതെ. ശാരീരികമായി മാനസികമായി ബയോളജിക്കലി സൈക്കോളജിക്കലി ഒരുപാട് വ്യത്യസ്തരാണ്. അപ്പോൾ ഒരു പെണ്ണിന് സ്വാഭാവികമായി എത്ര വ്യായാമം ചെയ്താലും വർക്കൗട്ട് ചെയ്താലും ഒരിക്കലും ഒരു പുരുഷനെ പോലെ മസ്കുലിനായി വരാൻ ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? ഒരാണായി തീരാനുള്ള ഒരു പെണ്ണായി തീരാനുള്ള സഹജമായ ശേഷികളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റിറോയിഡ്സൊക്കെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ സഹജമായ സ്ത്രൈണശേഷിയെ മുഴുവൻ അടിച്ചമർത്തി അതിന് മുകളിലേക്ക് പൗരുഷികമായ ഒരുപാട് ഗുണങ്ങളെയും ശേഷികളെയും കൂടുതൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിട്ട് ചിലപ്പോൾ മസിൽസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പോഴും സംഭവിക്കുന്നത് എന്താ? അവിടെ ഒരു ആണായി തീരുക, അല്ലെങ്കിൽ പെണ്ണായി തീരുവല്ല ചെയ്യുന്നത്, അവിടെ ഒരു ആണായി തീരുക ചെയ്യുന്നത്. ശരിക്കും ഈ ഫെമിനിസ്റ്റ് ചിന്താഗതി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? മീൻസ് പുരുഷനെ ഓവർകം ചെയ്യണം, അല്ലെ പുരുഷൻ്റെ മുകളിലേക്ക് എത്തണം, അല്ലെ പുരുഷനോടൊപ്പം നിൽക്കണം എന്നുള്ളൊരു ചിന്ത വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത് തോന്നുന്നു? അതാ യഥാർത്ഥത്തിൽ ഈ അതിൽ നിന്നല്ല ഇത് അല്ലേ? അല്ല, യഥാർത്ഥത്തിൽ പുരുഷാധിപത്യം എന്ന് പറയുന്നത് അനീതി, ധാരാളം വലിയ അനീതികൾ ആഘോഷിക്കപ്പെട്ട ഒരു നീണ്ട കാലം പുരുഷാധിപത്യത്തിൻ്റേതായിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വലിയൊരു കാലം നമ്മുടെ മുമ്പിലുണ്ട്, അങ്ങനെ ചരിത്രപരമായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ഒന്നും അതിനെ കേൾക്കാനോ അതിനെ അഡ്രസ്സ് ചെയ്യാനോ പരിഹരിക്കാനോ ഒന്നും ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ദീർഘകാലം ചരിത്രപരമായി തന്നെ സ്ത്രീകളെന്നും അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യം മുന്നിലുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം പുതിയ കാലത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ പുതിയ കാലത്തെ ഫെമിനിസ്റ്റുകളെല്ലാം അതിനെതിരെ ഒരു കലാപം എന്ന നിലയിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം കൊണ്ടുവന്നിട്ട് അതിനെതിരെ കലഹം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ പുരുഷനായി തീരാനാണോ ശ്രമിക്കേണ്ടത്? ഒരു സ്ത്രീ കൂടുതൽ ശക്തിയായ ഒരു സ്ത്രീയായി തീരാനാണോ ശ്രമിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീയുടെ ഗുണങ്ങളെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ശാക്തീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു പെടുന്നതിനൊരു അപകടം ഉണ്ടാകുന്നു. ആ അപകടമോ പ്രകൃതി ദുരന്തമോ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം ജീവനെപ്പോലും മാറ്റിവെച്ചുകൊണ്ട്, ജീവനെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ആണാണോ പെണ്ണാണോ? പൊതുവെ ആണുങ്ങളാണ്. സ്വമേധയെ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അത് അവൻ്റെ സാഹസികതയോടുള്ള അവൻ്റെ അഭിനിവേശങ്ങളാണ്. എന്ന് വെച്ചാൽ അവൻ്റെ അകത്തെ സ്വന്തം ജീവനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള
മാനസിക ശേഷി ബൗദ്ധികമായി തന്നെ ജനിതകപരമായി തന്നെ അവൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. കാരണം നൂറ്റാണ്ടുകളോളം കൊടുങ്കാട്ടിൽ ഒരു വലിയ ഇരയുടെ പിന്നാലെ സ്വന്തം ജീവനെ മാറ്റിവെച്ചുകൊണ്ട് പിന്തുടർന്ന് പോകുന്ന ഒരു മസ്തിഷ്ക ഘടനയാണ് അവൻ്റേത്. അതുകൊണ്ട് അപകടത്തെ നേരിടാനുള്ള ശക്തി ആണിന് പെണ്ണിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പുരുഷാധിപത്യം ഒരു കാലത്ത് പ്രബലമായി സമൂഹത്തിൽ വേരൂന്നി പോയിട്ടുള്ളത്. അത് നമ്മളുടെ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ പരസ്പരം ഇടപഴകി ജീവിക്കുമ്പോൾ ധാരാളം തെറ്റുകൾ സംഭവിക്കും. പക്ഷെ തെറ്റുകൾ സംഭവിച്ചു കഴിയുമ്പോൾ ക്ഷമിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും മനുഷ്യൻ ബന്ധങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഈ ഒരു മനുഷ്യരാശിക്ക് ബന്ധങ്ങളുടെ ആവശ്യമുണ്ടോ ശരിക്കും? അതെ, രണ്ട് ചോദ്യമായിട്ട് അതിനെടുക്കുക. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പരസ്പരം ഇടപഴകി മുന്നോട്ട് പോകുമ്പോൾ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് തെറ്റുകളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അതെ. പക്ഷേ ക്ഷമിക്കുക എന്ന ഒരു പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷമിക്കാൻ ആർക്കും സാധ്യമല്ല. പകരം മറക്കുക മാത്രമാണ് സാധ്യമായിരിക്കുന്നത്. ആ ഇൻസിഡൻറ്റ് മറക്കുവാണോ? ആ ഇൻസിഡൻറ്റിനെയല്ല, ആ ഇമോഷൻസിനെ, ആ ഇവൻ്റ് സൃഷ്ടിച്ച തനിക്ക് പ്രതികൂലമായ ആ ഇമോഷൻസിനെ മറക്കുക, നമ്മിൽ നിന്ന് ഒഴിവാക്കണം. അതിന് ഒഴിവാക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്നോട് എനിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പെരുമാറിയ ആ വ്യക്തിയെ ഞാൻ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. എമ്പതിയോടുകൂടി ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കണം. അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അയാൾ ഏത് വൈകാരിക നിലയിലാണ് എന്നോടത് സംസാരിച്ചത്, അയാൾ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ചിന്തിക്കുന്നത്, അതുകൊണ്ട് അയാൾ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഈ രീതിയിൽ അയാളെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ കുടുംബപരം, അയാളുടെ സാമൂഹികപരം, ആ വ്യക്തിയുടെ ജനിതകപരമായിട്ടുള്ള എല്ലാ സവിശേഷതകളോടും കുറവുകളോടും ദൗർബല്യങ്ങളോടും കൂടി അയാളെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള വിദ്വേഷം, അയാൾ എനിക്ക് നൽകിയ ഏറ്റവും മോശപ്പെട്ട അനുഭവങ്ങളോടുള്ള വെറുപ്പ് കുറയും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നാൽ സ്വാഭാവികമായും മറക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് അത് നമ്മെ എത്തിക്കും. അപ്പോൾ ആ വ്യക്തിയെ അടിസ്ഥാന തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ക്ഷമിക്കുക എന്നതിന് പകരമായി മറക്കുക എന്ന പ്രോസസ്സിലേക്ക് അത് വഴിമാറുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബന്ധത്തിൻ്റെ ആവശ്യകത. നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധങ്ങൾ തേടുന്നത്, നിലനിൽപ്പിനെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധങ്ങൾ തേടുന്നത്. എങ്ങനെ നിലനിൽക്കണം? സുരക്ഷിതമായി നിലനിൽക്കണം. അപ്പോൾ സുരക്ഷിതമായി നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മറ്റൊരാളുമായി ബന്ധപ്പെടുന്നത്. എൻ്റെ സുരക്ഷ, അവിടെ സുരക്ഷിതമായി നിലനിൽപ്പിനെ സാധ്യമാക്കുന്നത് എന്തൊക്കെയാണ്? എന്നോടുള്ള പരിഗണന, എന്നെ കേൾക്കൽ, എന്നെ അംഗീകരിക്കൽ. ഇതെല്ലാം സാധ്യമാകാതെ വരുന്നിടത്ത് ആ ആൾ മറ്റേയാളുമായി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവും, അകന്നു പോകും. അവിടെ ബന്ധമെന്ന് പറയുന്നത് അയഥാർത്ഥമായി തീരും. ഇതാണ് സംഭവിക്കുന്നത്. ബന്ധപ്പെടുന്നത് തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്.